നിലവിൽ കേരളത്തിൽ സ്വകാര്യ ആശുപത്രികളിൽ ലഭിക്കുന്ന വേതന വ്യവസ്ഥയിൽ നഴ്സുമാർ തൃപ്തരാണോ എന്നുള്ളതാണ്. തൃപ്തരല്ല എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ സമരം നടക്കാൻ പോകുന്നത്. ഇപ്പോൾ പത്തനംതിട്ടയിൽ ഈ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ കീഴിലുള്ള നഴ്സുമാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്താണ്? നമുക്ക് മിനിമം സാലറി ഒരു 40,000 രൂപ ആയി കിട്ടണമെന്നാണ് നമ്മളുടെ ഒരു കുറഞ്ഞ ഇന്നത്തെ ചെലവും കാര്യങ്ങളും ഒക്കെ അനുസരിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ വലിയ പാടാണ്. ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് 18,000 രൂപയാണ് അല്ലെങ്കിൽ 20,000 രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമോ? പറ്റില്ല. നമുക്ക് ഒരു കാര്യം അതുകൊണ്ട് നടത്തിക്കൊണ്ടുമില്ല. പെട്രോൾ ചെലവിന് പോലും നല്ലൊരു എമൗണ്ട് നമുക്ക് ആവുന്നുണ്ട്. പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ, അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ടായതുകൊണ്ട് നമുക്ക് ഇത് എല്ലാം ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ 2018 സർക്കാർ നിർദ്ദേശപ്രകാരം സ്വകാര്യ മേഖലയിലെ നഴ്സുമാരുടെ വേതനം 20,000 ആക്കി നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ 7 വർഷം പിന്നിട്ടിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഇത് പുതുക്കേണ്ടിയിരുന്നത്? എല്ലാ 3 മുതൽ 4 വർഷത്തിനിടയ്ക്ക് ഇത് പുതുക്കേണ്ടതാണ്. ഈ ഒരു നഴ്സിംഗ് സ്വകാര്യ മേഖലയിൽ മാത്രമേ ഉള്ളൂ ശമ്പള പരിഷ്കരണം നടത്താത്തത്. ഇതിപ്പോൾ 7-8 വർഷമായി പുതുക്കാൻ വന്നിട്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന മാനേജ്മെൻറ്റിലായാലും അവർക്ക് ഗവൺമെൻറ് ഇങ്ങനെ ഒരു അപ്രൂവൽ കൊടുത്താൽ അവർക്ക് തരാൻ സമ്മതമാണ്. പക്ഷേ ഗവൺമെൻറ് അതിന് നേരെ കണ്ണു തുറക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾ ഇത്രയും കാലത്തിനിടയിൽ 2018 ശേഷം ഒരുപക്ഷെ പല പ്രാവശ്യം നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ആശുപത്രിയിൽ വേതനം വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം ഉന്നയിക്കുമല്ലോ. അപ്പോൾ ലഭിക്കുന്ന മറുപടികളൊക്കെ എന്താണ്? നമ്മൾ പറയുമ്പോൾ അടിസ്ഥാന ശമ്പളം 20,000 ആണല്ലോ. പിന്നീട് അങ്ങനെയാണ് ഗവൺമെൻറ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് അപ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടിസ്ഥാന ശമ്പളം 40,000 എന്നുള്ളത് നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റിനോടാണെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ് അംഗീകരിച്ച് കഴിയാതെ നമ്മൾ അംഗീകരിക്കുന്നതിന് മുമ്പേ മാനേജ്മെൻറ്റിനോട് നമുക്ക് സംസാരിക്കാൻ കഴിയത്തില്ല. അത് കാരണം മാനേജ്മെൻറ്റ് ഇങ്ങനെ തന്നെയാണ് പറയുക, ഗവൺമെൻറ് അപ്രൂവലിന് ശേഷം നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാമെന്നാണ് പറയുന്നത്. നാളെ സെക്രട്ടറിയേറ്റിന് മുന്നിൽ ഒരു വലിയ സമരത്തിന് നിങ്ങൾ പോവുകയാണ്. ആ സമരത്തിന് ശേഷം അതിൻ്റെ തുടർ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും? നാളെ നമ്മൾ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ഏകദേശം 550 ഹോസ്പിറ്റലുകൾ സമ്പൂർണ്ണ ഭാഗികമായിട്ടുള്ളൊരു പണിമുടക്ക്, അത്യാഹിത വിഭാഗങ്ങൾ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് ബാക്കി 50,000 നഴ്സുമാരെ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിക്കുകയാണ്. നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യം, യുഎൻഒയുടെ പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് 2018 ഒരു മിനിമം വേതനം വന്നത്. നാളിതുവരെയായിട്ട് ഏകദേശം 7-8 വർഷത്തോളമായി നമുക്കൊരു മിനിമം വേതനം വന്നിട്ടില്ല. അതുകൊണ്ട് അടിസ്ഥാന ശമ്പളം 40,000 എന്ന് പറയുന്നത് 2016 സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ഗവൺമെൻറ് ജഗദീഷ് പ്രസാദ് കമ്മിറ്റിയെ നിയോഗിച്ചിരുന്നു. ആ കമ്മിറ്റിയുടെ വിധിയിൽ പറയുന്നതാണ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, തുല്യ ജോലിക്ക് തുല്യ വേതനം 40,000 രൂപ. അത് ഞങ്ങൾ അന്ന് മുതൽ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് പറയുന്നു. പക്ഷേ ഗവൺമെൻറ് അത്തരത്തിലൊരു വിജ്ഞാപനം പുറപ്പെടുവിക്കാനും വിസമ്മതിച്ച് നിൽക്കുന്ന ഒരു സമയത്ത്, കാരണം ഓരോ ദിവസം നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ, നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, കുഞ്ഞുങ്ങളുടെ പഠിത്തം, മറ്റു കാര്യങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. കോവിഡ് വരുമ്പോഴും നിപ്പ വരുമ്പോഴും പ്രളയം വരുമ്പോഴും നഴ്സുമാർ മാലാഖമാരാണ്. പക്ഷേ ഇതെല്ലാം കഴിയുമ്പോൾ വീണ്ടും നഴ്സുമാർ തെരുവിലേക്ക് ഇറങ്ങേണ്ടതാണ്. ഇപ്പോൾ ഞങ്ങൾ മനഃപൂർവ്വമാണ്, ഗവൺമെൻറ്റാണ് ഞങ്ങളെ തെരുവിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. കാര്യം സ്വകാര്യ മേഖല ആശുപത്രിക്കാർ പറയുന്നത് ഗവൺമെൻറ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ 40,000 എന്ന സംഖ്യയിലേക്ക് നിങ്ങളെ എത്തിക്കും എന്നുള്ളത് മാനേജ്മെൻറ്റുകൾ പറയുന്നുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട മുത്തൂറ്റ് ആശുപത്രിയിലെ നഴ്സുമാരാണ് നിങ്ങൾ. ഈ 40,000 രൂപ എന്നുള്ള സർക്കാർ നിശ്ചയിച്ചാൽ അത് കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾക്ക് താങ്ങാൻ പറ്റുന്നതാണോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? എങ്ങനെയാണത്? മിക്ക മാനേജ്മെൻറ്റിനോടും സംസാരിക്കുമ്പോൾ അവർ ഓക്കെയാണ്, അതുമായിട്ട് ഓക്കെയാണ്. 40,000 നമ്മൾ ഗവൺമെൻറ് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അവരത് തരാനായിട്ട് ഒരുക്കമാണ്. നമ്മുടെ മാനേജ്മെൻറ്റും അങ്ങനെ തന്നെയാണ്, നമുക്ക് പോസിറ്റീവായിട്ടുള്ളൊരു അഭിപ്രായം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 20,000 രൂപ എന്നുള്ളത് നിങ്ങൾ ഒരു ദിവസം എത്ര മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചുള്ള ഒരു പ്രതിഫലമാണോ 20,000 രൂപ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം എത്രത്തോളം നമുക്ക് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ എത്രത്തോളം നമുക്ക് സാമ്പത്തികമായിട്ട് ഓരോ മനുഷ്യർക്കും സാമ്പത്തികമായിട്ട് ഓരോ ദിവസവും ദൈനംദിന ചെലവ് കൂടിക്കൊണ്ടിരിക്കുക. അന്നേരം നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് സ്യൂട്ടബിളായ ചില സമയത്ത് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. കോവിഡിൻ്റെ സമയത്താണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ബുദ്ധിമുട്ട്. ഞാൻ ഡൽഹി ജോലി ചെയ്തൊരു നേഴ്സാണ്. അവിടെ 12 hours ഞങ്ങൾ കണ്ടിന്യൂ ഡ്യൂട്ടി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു ഗ്ലാസ് വെള്ളം, കാരണം ഞങ്ങൾ ഈ കൊറോണയുടെ അന്ന് കിറ്റെല്ലാം യൂസ് ചെയ്ത് ഞങ്ങൾ മൊത്തത്തിൽ
ഫുള്ള് ഞങ്ങൾ ഒരു മാസ്ക് വിട്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും ഞങ്ങൾക്ക് ഇത്ര മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ഞങ്ങൾക്ക് മാസ്ക് മാറ്റിയിട്ട് കുടിക്കാൻ കഴിയുന്ന സാഹചര്യമുള്ളൂ. അന്ന് ഞങ്ങൾ കണ്ടതാണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻ്റ് നോക്കി നിൽക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് പേഷ്യൻ്റ് പേടിച്ചിട്ട് മരിച്ചു പോകുന്ന ഒരു സാഹചര്യം എൻ്റെ മുമ്പ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം ഞങ്ങൾ അതിനകത്ത് നിന്നാണ് ജോലി ചെയ്തത്. അന്ന് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജൂനിയർ ഡോക്ടേഴ്സ് മാത്രം വന്ന് ഒരു റൗണ്ട്സ് എടുത്തിട്ട് പോകും, എന്തെങ്കിലും ഓർഡർ എഴുതി വെച്ചിട്ട് അവരുടെ ടൈം കഴിയുമ്പോൾ ഔട്ട് ചെയ്യും. പക്ഷെ ഞങ്ങൾ അതിനകത്ത് നിൽക്കുകയാണ്. ആ 12 മണിക്കൂർ ഞങ്ങൾ 12 hours അതിനകത്ത് നിന്ന് ഡ്യൂട്ടി ചെയ്തിട്ടുള്ള ആളാണ്. എന്നാൽ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ആവശ്യം തന്നെയാണെന്നാണ് ഞങ്ങൾ പറയുന്നത്. നാളെ ഒരു വലിയ സമരത്തിലേക്ക് പോകുന്നു. ഇത് സർക്കാർ അംഗീകരിച്ചില്ലെങ്കിൽ അത് അംഗീകരിക്കുന്നത് വരെ സമരം ചെയ്യാൻ തന്നെയാണ് തീരുമാനം. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. അങ്ങനെ അംഗീകരിക്കാം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതെ, സമ്പൂർണ്ണ സമരത്തിലേക്ക് തന്നെയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. എന്നാണോ ഇത് ഉറപ്പ് വരുന്നത് അതുവരെ ഞങ്ങൾ സമരം തന്നെ തുടരാനാണ്. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് തുല്യ ജോലിക്ക് തുല്യ വേതനം തന്നെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് അതുവരെ ഞങ്ങൾ സമരം തുടരും. തീർച്ചയായിട്ടും ഞങ്ങൾ സമരത്തിന് തന്നെയാണ്. തീർച്ചയായിട്ടും സമരത്തിൽ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും സമരത്തിലേക്ക് മുന്നോട്ട് പോകും. അവരുടെ ആവശ്യത്തിൽ, നഴ്സുമാരുടെ ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വലിയ സമരം അവർ ആവശ്യങ്ങൾ സർക്കാരിന് മുന്നിൽ വെച്ചുകൊണ്ട് സമരം നടത്താൻ പോകുന്ന ആ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ തുടർ സമരത്തിലേക്ക് പോകും എന്നാണ് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.